101 വാർഡുകളിൽ നടന്ന സമ്മേളനങ്ങൾ ഞാൻ വിലയിരുത്തിയപ്പോൾ അസാധാരണമായ ജനക്കൂട്ടം ഈ ജാഥയുടെ നായകനെ കാണാനും ജാഥയിലൂടെ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും വേണ്ടി എത്തിച്ചേർന്നിരുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. ഇന്ന് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, കേരളത്തിലെ LDF ഭരണം അവസാനിക്കണം, ജനങ്ങളെ പൊറുതിമുട്ടിക്കുന്ന അഴിമതി ഭരണം അവസാനിപ്പിക്കണം. അതിനുള്ള നാന്ദി കുറിക്കലാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമായതുകൊണ്ടാണ് ജനങ്ങൾ അനുകൂലമായി വോട്ട് ചെയ്യാൻ കാത്തിരിക്കുന്നത്. ഇത് ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും ഇതാണ് സ്ഥിതി. എല്ലായിടത്തും കോൺഗ്രസിന് റിബലുകൾ ഉണ്ടാകും. ഇത്തവണ കോൺഗ്രസിനാണ് ഏറ്റവും കുറവ് റിബലുകൾ. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു യോജിപ്പോടുകൂടി പ്രവർത്തിക്കാൻ തീരുമാനിച്ചതു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഇത് സൂചിപ്പിക്കുന്നത് ഒരു രാഷ്ട്രീയ മാറ്റത്തിന് കേരളം തയ്യാറെടുക്കുന്നു എന്നതാണ്. പ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പ് ഏറ്റെടുത്ത് കഴിഞ്ഞൊക്കെ ചെയ്യുന്നു, പ്രചരണ സാമഗ്രികളുമായി രംഗത്തിറങ്ങുന്നു. 10 വർഷത്തെ ഇടത് മുന്നണിയുടെ ഈ ദുർഭരണം ജനങ്ങൾക്ക് മടുത്തിരിക്കുന്നു. അതിൽ നിന്നൊരു മോചനം തേടാൻ വേണ്ടി പ്രവർത്തകരും ജനങ്ങളും രംഗത്തിറങ്ങും. പരാജയപ്പെടുന്നതിന് മുമ്പ് മേയർ കോഴിക്കോട്ടേക്ക് തിരിച്ചത് വളരെ നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇനി ഇവിടെ നിൽക്കാൻ നിവൃത്തിയില്ലാത്ത നിലയിലാണ് 5 വർഷത്തെ ഭരണമുണ്ടായിരിക്കുന്നത്. ഇനി കോഴിക്കോട് സ്ഥിരതാമസമാക്കാം, അല്ലേ മുരളി? കോഴിക്കോട് സ്ഥിരതാമസമാക്കാൻ തിരുവനന്തപുരത്തേക്ക് വരാൻ ജനങ്ങൾ സമ്മതിക്കില്ല. കാരണം അത്രയും വലിയ കിട്ടുമോ എന്നുള്ള ചിന്തയാണ് അവരെ അതിനെ പ്രേരിപ്പിച്ചത് ഞാൻ കരുതുകയാണ്. അതെ, പാർട്ടി മത്സരിക്കാൻ പോലും സീറ്റ് കൊടുത്തില്ല. കാരണം എന്താണ്? അവർക്കറിയാം, ഇല്ലെങ്കിലും തിരുവനന്തപുരം നഗരിൽ ജീവിക്കുന്ന ആളുകളാണ്. ഈ റോഡുകളിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നില്ല. ശിവകുമാർ MLA ആയിരുന്ന കാലത്ത് നിർമ്മിച്ച റോഡുകളാണ് ഞങ്ങളുടെ ആ ഭാഗത്തുള്ളതെല്ലാം. അതിനുശേഷം ഒരു റോഡ് ആരും നിർമ്മിച്ചിട്ടില്ല. സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകൾ നിർമ്മിക്കാൻ കോർപ്പറേഷൻ മുന്നോട്ട് വരാറില്ല, വിളക്കുകൾ കത്താറില്ല. തിരുവനന്തപുരം തലസ്ഥാന നഗരമാണ്. ഈ നഗരത്തിൽ കോടിക്കണക്കിന് രൂപ നഗരവികസനത്തിന് വേണ്ടി ലഭിച്ചതാണ്. എന്ത് ചെയ്തിട്ടുണ്ടോ? തീരപ്രദേശത്ത് പോയാൽ എന്തെങ്കിലും വികസനമുണ്ടോ? കുടിവെള്ളം